കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൂററ്റിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ കോൺഗ്രസ് എ.എ.പി. സംയുക്ത സ്ഥാനാർത്ഥി നീലേഷ് കുംഭാനിയുടെ പത്രിക റിട്ടേണിംഗ് ഓഫീസർ തള്ളുകയായിരുന്നു. അങ്ങനെയാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കേണ്ടി വന്നത്. എന്നാൽ അതുമാത്രമല്ല, ശേഷിച്ച ബി.എസ്.പി. സ്ഥാനാർത്ഥി ഉൾപ്പെടെ 7 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചതോടെയാണ് അസാധാരണമായ ജയം ബി.ജെ.പി. സ്ഥാനാർത്ഥി നേടുകയും ചരിത്രത്തിലേക്ക് കയറുകയും ചെയ്തത്. അതിനുശേഷം പല വാദപ്രതിവാദങ്ങളും രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായി അരങ്ങേറി എങ്കിലും ഇന്നിപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. സുപ്രീം കോടതിയാണ് കാര്യങ്ങളെ വലിയ രീതിയിൽ മാറ്റിമറിച്ചത് എന്ന് വേണം പറയാൻ. എതിരില്ലാതെ തെരഞ്ഞെടുക്കുന്നവർക്ക് നിശ്ചിത ശതമാനം വോട്ട് വേണമെന്ന് കേന്ദ്രത്തോട് അഭിപ്രായം തേടി പോവുകയാണ് സുപ്രീം കോടതി. നിങ്ങൾക്ക് തോന്നിയതുപോലെ മറ്റുള്ളവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ച് സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിപ്പിക്കാമെന്ന് കരുതേണ്ടതില്ല എന്നാണ് വരികൾക്കിടയിലൂടെ സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ എതിരില്ലാതെ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പരിധി നിർദ്ദേശവുമായിട്ടാണ് സുപ്രീം കോടതി ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ എതിരാളികളില്ല എങ്കിൽ അയാളെ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നതിന് നിശ്ചിത വോട്ട് വിഹിതം വേണമെന്നാണ് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. കാരണം ഓരോ സ്ഥാനാർത്ഥിക്കും ഒരു എതിരാളിയുണ്ട്, അത് മൊത്തം വോട്ടർമാരാണ്. അവരുടെ അഭിപ്രായമാണ് നോട്ടയായി പതിയുന്നത്. ഇത് സംബന്ധിച്ച് 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനും കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 53(2) ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് വിധി സെന്റർ ഫോർ ലീഗൽ പോളിസി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മറ്റാരും മത്സര രംഗത്തിൽ ഇല്ല എങ്കിൽ വോട്ട് ചെയ്യാതെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നേരിട്ട് തെരഞ്ഞെടുക്കാൻ അനുവദിക്കുന്ന സെക്ഷനാണിത്. വോട്ടർമാരുടെ പിന്തുണ ലഭിക്കാതെ ഒരു സ്ഥാനാർത്ഥിയെ പാർലമെന്റിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നതിനെ കുറിച്ച് ജസ്റ്റിസ് കാന്ത് ആശങ്ക ഉന്നയിക്കുകയും ചെയ്തു. 2024 ഓഗസ്റ്റിലാണ് ഇതു സംബന്ധിച്ച ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. എതിരാളികൾ ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുന്ന നോട്ട ഓപ്ഷൻ തെരഞ്ഞെടുക്കുന്നതിൽ നിന്ന് വോട്ടർമാരെ തടയുന്നു എന്നും ഇവരുടെ മൗലികാവകാശത്തിന്റെ ലംഘനമാണ് എന്നും ഹർജിക്കാർ വാദിക്കുകയാണ്. സുപ്രീം കോടതിയുടെ തന്നെ മുൻവിധികൾക്ക് വിരുദ്ധമാണിത് എന്നും ഹർജികൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. 1951-നും 2024-നും ഇടയിൽ 26 മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നും അതിനാൽ ഈ തെരഞ്ഞെടുപ്പുകളിൽ 82 ലക്ഷത്തിലധികം വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. അതേസമയം 1951 മുതൽ 2024 വരെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 9 എണ്ണത്തിൽ മാത്രമേ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടേണ്ട അവസ്ഥയുണ്ടായിട്ടുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പക്ഷേ എന്താണെങ്കിലും 4 ആഴ്ച മാത്രമേ കേന്ദ്രത്തിന് മുന്നിൽ സുപ്രീം കോടതി സമയം നൽകിയിട്ടുള്ളൂ. അതിനു മുൻപ് ഇത്തരത്തിലുള്ള പരിപാടികൾ അവസാനിപ്പിക്കണമെന്ന രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതി അഭിപ്രായം പോലും തേടുന്നത്.